നമ്മുടെ ദേവാലയങ്ങൾ കൊത്തുപണികളും ചിത്രപ്പണികളും അലങ്കാരങ്ങളും തിരുസ്വരൂപങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ്. ഇതൊക്കെ മനസ്സിനെ സുന്ദരമായ ആഹ്ലാദകരമായ കാഴ്ചകളിലേക്ക് ഉയർത്തുകയാണോ, അതോ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നുവോ? നമ്മുടെ പള്ളികളിലൊക്കെ നിറയെ വിശുദ്ധരുടെ രൂപങ്ങളുണ്ടല്ലോ. അങ്ങനെ വിശുദ്ധരുടെ രൂപങ്ങളുടെ അടുക്കെ പ്രാർത്ഥിക്കുന്നത് വിഗ്രഹാരാധനയാണോ? കാരണം അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ. നമ്മള് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് ഈ അടയാളങ്ങള്, സൈൻ ബോർഡുകളൊക്കെ കണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ ലക്ഷ്യത്തിന് നമുക്ക് മധ്യേ എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെങ്കിൽ അതൊരു വിഗ്രഹാരാധന അല്ല എന്നാണ് ചുരുക്കത്തിൽ പറയാൻ പറ്റുന്നത്. ഞാനൊരു ബൈബിളിലെ ഒരു ചെറിയ കാര്യം അതുകൊണ്ടൊന്ന് ചേർത്ത് പറയാം. ഇപ്പൊ യേശുക്രിസ്തു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ഉണ്ണീശോയെ കാണാനായിട്ട് ജ്ഞാനികൾ പുറപ്പെട്ട കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു നക്ഷത്രം തെളിഞ്ഞെന്നാ പറഞ്ഞത്. ഈ നക്ഷത്രത്തെ നോക്കി നടന്ന് അവർ ഉണ്ണീശോയുടെ അടുത്തെത്തി. ഈ നക്ഷത്രം അവരെ കൊണ്ട് എത്തിക്കുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ ഈ നക്ഷത്രം വിഗ്രഹമല്ല. ഈ നക്ഷത്രം അവരെ ദൈവത്തിൽ നിന്ന് മാറ്റി ആ നക്ഷത്രത്തിന്റെ മുന്നിൽ തന്നെ അങ്ങനെ നിർത്തിയിരിക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തെ പിന്നെയും നോക്കി നിൽക്കുകയാണ്. ഈ നക്ഷത്രം സൂചിപ്പിക്കുന്ന ദൈവത്തിൽ നമ്മൾ എത്തുന്നില്ല, അങ്ങോട്ട് യാത്ര ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് വിഗ്രഹം. അതിൻ്റെ മുമ്പിലുള്ള അർപ്പണത്തിന്റെ പേരാണ് വിഗ്രഹാരാധന. അത് നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കാം. ഇനി ഒന്ന് എലാബറേറ്റ് ആയിട്ട് ചിന്തിച്ചാൽ നമ്മൾ കാണുന്ന പള്ളികളിലൊക്കെ വിശുദ്ധരുടെ രൂപങ്ങളാണ്. ഇതൊക്കെ ഒരു വിഗ്രഹാരാധനയാണോ എന്നുള്ളതാണ് പ്രശ്നം, അല്ലെങ്കിൽ ചോദ്യം. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നോക്കിയാൽ ഈ വിഗ്രഹാരാധനയെ കുറിച്ച് മനസ്സിലാകും. ഈ പുറപ്പാട് 20-ാം അധ്യായത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. മണ്ണ് കൊണ്ടോ മറ്റേതെങ്കിലും വസ്തുക്കൾ കൊണ്ടോ വിഗ്രഹം ഉണ്ടാക്കരുത്. അത് കാണുമ്പോൾ നമുക്കറിയാം ബൈബിൾ വിഗ്രഹാരാധനയ്ക്ക് എതിരാണ്. അതാണ് ഈ ചോദ്യത്തിൻ്റെയൊക്കെ കാരണം. എന്നാൽ പുറപ്പാട് 25 വായിച്ചാൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലേ? ഈ കെരൂബുകളെ നിർമ്മിക്കുക, അതിന് ആ പേടകത്തിന് ഇത്ര അടി നീളം വീതി, ആ ഒരു ഭയങ്കര നീണ്ട ഡിസ്ക്രിപ്ഷനാ ഹൗ ടു മേക്ക് ഇറ്റ് എന്ന്. അപ്പൊ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നത് ഉണ്ട്, ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബൈബിളിൽ രണ്ടും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വിഗ്രഹാരാധന ഏതാണ് അല്ലാത്തത് ഏതാണെന്ന് നിർണ്ണയിക്കേണ്ടത് നമ്മളുടെ ഒരു സൂക്ഷ്മമായ പരിശോധനയാണ്. 32-ാം അധ്യായമാണെന്ന് തോന്നുന്നു പുറപ്പാടില്. മോശ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ആൾക്കൂട്ടം മോശയെ കാത്തു നിന്നു. പ്രാർത്ഥനയിലായ മോശയെ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചു വന്നില്ല. അപ്പൊ ആൾക്കൂട്ടം വിചാരിക്കുന്നത് ഇനി മോശ തിരിച്ചു വരുന്നില്ല. അപ്പൊ ആൾക്കൂട്ടം അഹ്റോനോട് പറയാണ്, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം. അതായത് ഇത്രയും നാൾ അവര് ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നത് മോശയിലൂടെയാണ്. അവര് കരയുന്നു, പറയുന്നു, ബഹളം വയ്ക്കുന്നു, മോശ പ്രാർത്ഥിക്കുന്നു. ഇവര് മോശയുടെ പുറകിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ആ മോശയെ തിരിച്ചു വരുന്നില്ല. അപ്പൊ മോശയോടൊപ്പം ആ ദൈവം അവർക്ക് നഷ്ടപ്പെട്ടെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് ഇപ്പൊ ആരാധനയൊക്കെ ഞങ്ങളുടെ ഒരു ശീലമായി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഒരാൾ വേണം. എന്നിട്ട് അഹ്റോനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ സ്വർണമെല്ലാം കൊടുത്തു. അഹ്റോൻ സ്വർണം ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ ആരാധിക്കുന്നു. ഇതാണ് വിഗ്രഹാരാധന. കാരണം അവർ യഥാർത്ഥ ദൈവത്തെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടി അവരൊരു ദൈവവും ഉണ്ടാക്കി, അവരുടെ മാനസികമായ സ്വസ്ഥതയ്ക്ക്. അപ്പൊ ആ ദൈവം അവരെക്കാൾ ചെറുത്, അവരുണ്ടാക്കിയ ഒരു ദൈവമാണ്. ഇതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ടൊരു ദൈവത്തെ ഉണ്ടാക്കുന്നു. ഇതാണ് ദൈവം എന്നങ്ങ് തീരുമാനിക്കുന്നു, അതിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നു. ഇവിടെയാണ് വിഗ്രഹാരാധന. ഇവരുണ്ടാക്കിയ കാളക്കുട്ടി മോശ ഇവരെ നയിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ ദൈവത്തിലേക്കല്ല ഇവരെ കൊണ്ടുപോകുന്നത്. മറിച്ച് ഞങ്ങൾക്ക് വേറൊരു ദൈവം വേണം. അവർക്ക് അത്രേ അറിയാവുള്ളൂ. അവരുടെ അജ്ഞതയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ദൈവം. ആ ദൈവം
എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. ഇനി നമുക്ക് നമ്മുടെ പള്ളിയിലെ രൂപങ്ങളിലേക്ക് വരാം. നമ്മൾ യേശുക്രിസ്തുവിന്റെ രൂപം കാണുന്നു. ഈ യേശുക്രിസ്തുവിന്റെ രൂപം നമ്മളെ കൊണ്ടുപോകുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവിലേക്ക് തന്നെയാണ്. മാതാവിൻ്റെയും വിശുദ്ധരുടെയും രൂപങ്ങൾ നമ്മളെ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തിനെയും പരിശുദ്ധ ത്രിത്വത്തെയൊക്കെ മറന്നിട്ട് ഇവരുടെ മുമ്പിൽ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല. ഞങ്ങൾക്കിനി യേശു വേണ്ട, ഞങ്ങൾക്കിനി പിതാവായ ദൈവം വേണ്ട, പരിശുദ്ധാത്മാവ് വേണ്ട, അന്തോനീസ് പുണ്യാളനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, അന്തോനീസ് പുണ്യാളനാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധന. മറിച്ച് ഈ അന്തോനീസ് പുണ്യാളനും മറ്റു വിശുദ്ധരും അവർ യേശുക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിച്ചെന്നും ആ യേശുക്രിസ്തുവിനെ എങ്ങനെ അനുഗമിച്ചെന്നും ഇവരുടെ ഓർമ്മയിലൂടെ ആ ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തുകയും ചെയ്യുമ്പോൾ അതെങ്ങനെ വിഗ്രഹാരാധനയാകും? അപ്പൊ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും മാറി നമ്മുടെ സ്വസ്ഥതയ്ക്ക് നമ്മൾ കണ്ട് പിടിക്കുന്നതിനെയാണ് വിഗ്രഹമെന്നും വിഗ്രഹാരാധനയെന്നും നമ്മൾ പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ദൈവത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറഞ്ഞു. അച്ഛ, അതൊന്ന് വിശദീകരിക്കാമോ? വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം അത്. ഒരു ആമുഖമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ പയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന കട കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ഔസേപിതാവിൻ്റെ, മാതാവിൻ്റെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഒരുപാട് രൂപങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ആ കടയിലോട്ട് കയറി വരിക. അവിടെ യേശുക്രിസ്തുവിൻ്റെ വലിയ രൂപങ്ങളുണ്ട്, ഇടത്തരം രൂപങ്ങളുണ്ട്, ചെറിയ രൂപങ്ങളുണ്ട്. അയാളതെല്ലാം നോക്കി. എന്നിട്ട് അയാൾ ഇടത്തരം രൂപം എടുത്തു. ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന ആൾ പറഞ്ഞു, പക്ഷെ ആ വലിയ രൂപം ഉണ്ടല്ലോ, അത് വളരെ ക്വാളിറ്റിയുള്ള സാധനമാണ്, നല്ല കാണാൻ തന്നെ രസമാണ്, ഈ വിലയ്ക്ക് വലിയ വ്യത്യാസവുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, പക്ഷെ എനിക്കിത് മതി, കാരണം എൻ്റെ വീട്ടിലെ ഷെൽഫിൻ്റെ സൈസ് ഇതാ, ആ ഷെൽഫിൽ ഈ രൂപയെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവം എങ്ങനെയാണോ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, നമ്മളിൽ നിന്ന് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനും ആ ദൈവത്തെ അനുഗമിക്കാനും ശ്രമിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് ഒത്ത ഒരു ദൈവത്തെ സെലക്ട് ചെയ്യുന്നൊരു പതിവുണ്ട്. അത് രൂപമില്ലെങ്കിലും വിഗ്രഹാരാധനയാണ്. നമ്മുടെ ഇഷ്ടം എന്താണ്? നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. പക്ഷെ നമുക്ക് അടിസ്ഥാനപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതമൊക്കെ സ്വസ്ഥമായിട്ട് പോകുന്നെങ്കിലും നമുക്ക് ഇപ്പോൾ കുറച്ച് കോടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, കോടിക്കണക്കിന് കാശ്. കാരണം നമ്മുടെ അയലത്തുള്ളവർക്ക് അപ്പുറത്തിപ്പുറത്തൊക്കെ കാശുകാരാണ്. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്കതൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ നമ്മൾ ഈ ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, അല്ലേ, ഒരു അധികാര സ്ഥാനത്തെത്തണമെന്ന്, അല്ലെങ്കിൽ നാട്ടിൽ നമ്മളെ അറിയപ്പെടണമെന്ന്, അങ്ങനെ പല പല ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റിയ ഒരാളെ നമുക്ക് നോക്കിയിട്ട് ഈ ലോകത്തുള്ളു. ഈ എല്ലാ ലക്ഷ്യങ്ങളും സാധിച്ചു തരാൻ പറ്റിയ ഒരാള് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ ഭക്തനായി ഞാൻ മാറുന്നു എന്നൊരാൾ വിചാരിക്കുന്നു. അയാൾ കുർബാനയ്ക്ക് പോകുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, നൊവേനയൊക്കെ അർപ്പിക്കുന്നു. പുറമേ നോക്കുമ്പോൾ ഇയാൾ ഭയങ്കര ക്രിസ്തു ഭക്തനാണ്. പക്ഷേ ഈ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്ന ഇയാളുടെ ലക്ഷ്യം ക്രിസ്തുവല്ല, അതിനും അപ്പുറത്താണ്. അപ്പൊ അയാൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ക്രിസ്തുവിനെ അല്ല, ക്രിസ്തുവിലൂടെ അയാൾ ലക്ഷ്യം വയ്ക്കുന്ന പണത്തിലേക്കും ക്രിസ്തുവിലൂടെ ഈ ലോകത്തിന്റെ മറ്റ് സാധ്യതകളിലേക്കും എത്തിച്ചേരാനാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാളൊരു വിഗ്രഹാരാധനയിലാണ്. യേശുക്രിസ്തുവിനെ നോക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ദൈവത്തെ കൂടുതൽ മറ്റെന്തോ സ്നേഹിച്ചുകൊണ്ട്, മറ്റെന്തോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നു. പക്ഷെ അയാൾ എത്തുന്നത് ക്രിസ്തുവിലല്ലെങ്കിൽ അയാളൊരു വിഗ്രഹാരാധനയിലാണ്. അത് മനസ്സിലാകാൻ വളരെ എളുപ്പത്തിൽ ഒരു ചെറിയൊരു ഇമേജ് ഞാൻ പറയാം. ഒരു കുരിശ് രൂപത്തിൽ ഈ ക്രൂശിതനായ ഈശോയുടെ ശിരസിനും പിന്നിലെ കുരിശിനും ഇടയ്ക്കുള്ള ഒരു വിടവിൽ ഒരു ചിലന്തി വലകെട്ടി ഒളിച്ചിരിക്കുക.
നമ്മൾ ആ കുരിശെടുത്ത് അതിനകത്തും തട്ടിയപ്പോൾ ഈ ചിലന്തി ഇറങ്ങി ഓടിപ്പോയി. കുറച്ച് കഴിയുമ്പം നോക്കുമ്പോൾ ആ ചിലന്തി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് വീണ്ടും തിരിച്ചു വന്ന് ക്രിസ്തുവിൻ്റെ ഉടലിലൂടെ ഓടി ശിരസിലെത്തി പഴയ വലയിൽ ഒളിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ജീവി ക്രിസ്തുവിലേക്ക് ഇങ്ങനെ പാഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒരു വട്ടം കൂടെ ഒന്ന് തട്ടി ഇതിനെ നിറക്കി വിട്ടിട്ട് ആ കുരിശൊന്ന് തുടച്ച് വൃത്തിയാക്കി ആ ചിലന്തി വല കോരി മാറ്റി വെച്ചാല് ഈ ചിലന്തി ഓടി ക്രിസ്തുവിന്റെ ഉടലിലൂടെ ഇഴഞ്ഞ് മുകളിലേക്ക് എത്തിയിട്ടൊന്ന് നോക്കി നിൽക്കുന്നത് കാണാം. എന്നിട്ട് അത് തനിയെ ഇറങ്ങിപ്പോവും. അപ്പോഴായിരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ ജീവി ഓടിക്കൊണ്ടിരുന്നത് ക്രിസ്തുവിലേക്കല്ല, ക്രിസ്തുവിന്റെ ഉടലിൽ കെട്ടി നിർത്തിയ വലയിലേക്കാ. അപ്പോ ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യുന്നു, ചെന്ന് എത്തിച്ചേരുന്നത് അവരവരുടെ ലക്ഷ്യങ്ങളിലാണ്. അതാണ് വിഗ്രഹാരാധന. നമ്മൾ ദൈവത്തെ ഉപയോഗപ്പെടുത്തി ദൈവത്തെ മാർഗമായി മാത്രം കരുതി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം അതാണ്, നമുക്കിഷ്ടപ്പെട്ട ദൈവത്തെ ഉണ്ടാക്കുന്നതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷാത്മക ജീവിതം, ആ ജീവിതം വളരെ പാടാണ്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രസാദാത്മകത, ആനന്ദം, എങ്ങനെ സഹനാത്മകമായ ജീവിതത്തിലൂടേക്കുള്ള യാത്ര, അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്നത്, അതൊക്കെ മറ്റുള്ളവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ ജീവിതം ലക്ഷ്യം വയ്ക്കാതെ, ആ ജീവിതത്തിന്റെ ഉറവയായ ദൈവത്തെ തന്നെ ലക്ഷ്യം വയ്ക്കാതെ, ആ ദൈവത്തെ മാർഗമാക്കി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. നമ്മൾ പറയല്ലേ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അതാണ് അയാളുടെ അടിസ്ഥാന തത്വം. പക്ഷെ അയാൾ പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്ന് തോന്നുന്നു, പക്ഷെ അയാൾ ദ്രവ്യാസക്തിയിലാണ്. അത് വിഗ്രഹാരാധനയാണ്, അല്ലേ? പണമാണ് ഈ വീടിന്റെ ഐശ്വര്യം. എഴുതി വെച്ചിരിക്കുന്നത് യേശു ഈ വീടിന്റെ ഐശ്വര്യം എന്നായിരിക്കും. പക്ഷേ അയാളുടെ ദാഹം മുഴുവൻ ലൗകിക തൃഷ്ണകളാണ്. ഇതാണ് വിഗ്രഹാരാധനയായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അയാളുടെ മനസ്സിലുള്ള ചിന്തകൾ അയാളെ ദൈവത്തിലേക്കല്ല ഉയർത്തുന്നത്. ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അയാളുടെ തന്നെ ഇഷ്ടങ്ങളിലേക്ക് ഉയർന്നും താണുമൊക്കെ പോവുകയാണ്. ഇതിനെയാണ് ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള ദൈവത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ ദൈവം ആരാണ്? അത് കുട്ടൂസന്റെ കയ്യിലെ കുപ്പിയിലിരിക്കുന്ന മായാവിയെ കണക്കാണ്. കുപ്പിന്ന് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ പറയുന്ന പണി എടുത്തിട്ട് തിരിച്ചു വന്ന് കുപ്പി കയറിക്കോളും. ആ ദൈവം വിഗ്രഹമാണ്. അച്ഛാ, നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്ന മനുഷ്യരൊക്കെ തന്നെ നമ്മുടെ വിഗ്രഹങ്ങളായി മാറാറുണ്ടോ? നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയോ അങ്ങനെ നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഉണ്ടാകുന്നത്. കാരണം നമ്മളെ ദൈവത്തിലേക്ക് നയിക്കേണ്ട ആ മനുഷ്യരൊക്കെ തന്നെ വിഗ്രഹങ്ങളായി മാറുന്നുണ്ടോ? അങ്ങനെ രണ്ടു തരത്തിൽ കാണാം. ഇപ്പൊ ബോധപൂർവം ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ വിഗ്രഹമായിട്ട് ഞാനാണ് ദൈവം, എനിക്കപ്പുറത്തൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരാളിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ കണ്ടിട്ട് വളരെ അത്ഭുതപ്പെട്ട് അയാളുടെ മുമ്പിൽ തന്നെ ഒരു വിശ്വാസി തരിച്ചു നിന്ന് പോയാൽ അതൊരു വിഗ്രഹാരാധനയിലാകാം. ഇപ്പൊ നമ്മള് ബൈബിളിൽ നോക്കുമ്പം ഈ ഇസ്രായേൽക്കാർ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹമായിട്ട് ആരാധിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അതിനു മുമ്പേ മനസ്സിലാക്കേണ്ട, അതിനു മുമ്പേ തന്നെ അവര് വിഗ്രഹാരാധനയിൽ പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാവോ? മോശ ദൈവത്തോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുകയും ചെയ്തപ്പോൾ ഇവർ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം മോശയിൽ തന്നെയാണ് ഉടക്കി നിന്നത്. അതുകൊണ്ടാണ് മോശയെ കാണാതായപ്പോഴാണ് ഇവർക്ക് ഞങ്ങൾക്കിനി വേറൊരു ദൈവം വേണമെന്ന് ചിന്തിച്ചത്. അപ്പൊ നേരത്തെ തന്നെ അവർക്കൊരു വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. കാരണം മോശ അങ്ങനെ കാണിച്ചില്ല എങ്കിൽ പോലും മോശ എന്നൊരു മനുഷ്യനിലാണ് ഈ ആൾക്കാർ ഉടക്കി നിന്നത്. അതൊരു വിഗ്രഹാരാധനയാണ്. മോശ കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നൊരു ദൈവത്തെക്കുറിച്ചാണെങ്കിലും അവര് മോശയിലൂടെ ആ ദൈവത്തെ കണ്ടു, ആ മോശയിൽ തന്നെ ആ ദൈവത്തെ കണ്ടു. ആ ദൈവത്തിലേക്ക് ആരും ഒറ്റയ്ക്ക് സമീപിക്കാനായിട്ട് ശ്രമിച്ചില്ല. ആ മോശയിൽ അങ്ങനെ ഉടക്കി നിന്നു. അങ്ങനെ ഒരാൾ ആൾക്കൂട്ടത്തെ ഉടക്കി നിർത്തിയാൽ
അയാൾ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. ആൾക്കൂട്ടം ഒരു മനുഷ്യനിൽ ഉടക്കി നിന്നാൽ അവർ വിഗ്രഹാരാധനയിലുമാണ്. കുറച്ചുകൂടെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചർച്ചയെക്കുറിച്ച് പറയാം. ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നോട് വന്ന് മറ്റൊരു അച്ഛനെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞു. കുറ്റം എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യം. അതായത് ആ അച്ഛൻ ആരാധന നടത്തിയപ്പോൾ 1 മണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിപ്പിച്ചു. ദാറ്റ് ഈസ് ടു മച്ച്. അയാൾ പറഞ്ഞതാണ്, അത് പാടില്ല, ഇത്രയും നേരമൊന്നും ആരാധന നടത്താൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരാധനയ്ക്ക് ഒരു 10 മിനിറ്റ്. ആദ്യം ഞാൻ കേട്ടു, പിന്നെയും അദ്ദേഹം ഇതിനകത്ത് ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സമയം പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ആരാധിച്ചോട്ടെ, അല്ലെങ്കിൽ തന്നെ നമ്മളാരും അല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. അതൊക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ചർച്ച വരേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞൊന്ന് കൗണ്ടർ ചോദ്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഞാനുമായിട്ടൊന്ന് സമവായപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, അപ്പം ഞാനൊരു ചെറിയ ധ്യാനകേന്ദ്രത്തിലോ അച്ഛാ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വലിയൊരു ധ്യാനം വെക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആ അച്ഛനെ കൊണ്ടുവരാം. എന്നിട്ട് പറഞ്ഞു ആ അച്ഛനുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ്, ഞാൻ ആ വഴിക്ക് പോയ അച്ഛനുമായിട്ട് 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് വിഗ്രഹാരാധന. കാരണം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് 10 മിനിറ്റ് മതി എന്ന് നമുക്ക് വല്ലാത്തൊരു വാശിയുണ്ട്. എന്നാൽ ഈ പരിശുദ്ധ കുർബാന മൂലം അവരോധിപ്പിക്കപ്പെട്ട വൈദികരെടുത്ത്, ആ വൈദികൻ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളുമായിട്ടുള്ള ചങ്ങാത്തത്തിന് നമ്മൾ എത്തുമാത്രം സമയം കൊടുക്കും. ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഗ്രഹാരാധനയാണിത്. ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ആ അച്ഛൻ പറഞ്ഞു എന്നല്ല, ഞാനാണ് ദൈവം, നിങ്ങൾ എന്നെ ആരാധിക്കുക, അങ്ങനെ ഒരാളും പറയാറില്ല. പക്ഷേ ആ അച്ഛൻ്റെ ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി ക്യാരക്ടർ, അല്ലെങ്കിൽ അച്ഛനിൽ പ്രവർത്തിക്കുന്ന കൃപ, അച്ഛന് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം, ആദരവ്, ഒരു വിശ്വാസി ഇതിലേക്കെല്ലാം ആകർഷിക്കപ്പെടുന്നു. അപ്പുറത്ത് പരിശുദ്ധ കുർബാന ഇരിപ്പുണ്ട്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലാതെ. അവിടെ ചെന്നാൽ അതിനൊരു സമയത്തിനൊരു പരിധിയൊക്കെ നമുക്കുണ്ട്. നമ്മൾ വളരെ ആധികാരികമായി ഉപദേശിക്കും, അല്പം മതി. പക്ഷേ ഒരു വൈദികന്റെ അടുത്ത് നമുക്ക് മണിക്കൂറുകൾ. അപ്പം അതൊരു വിഗ്രഹാരാധനയായി മാറും. നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാമെങ്കിൽ സ്നാപയോഹന്നാന്റെ ഉദാഹരണം എടുക്കാം. സ്നാപയോഹന്നാൻ വന്നപ്പം ആൾക്കൂട്ടം ആദ്യം ചോദിച്ചത് നീ ക്രിസ്തുവാണോ എന്നാ. കാരണം ക്രിസ്തുവിനെ കണ്ട ക്രിസ്തു എന്ന് പറയാൻ ഇച്ചിരി പാടാണ്. കാരണം അവൻ ആൾക്കൂട്ടങ്ങളിലൊക്കെ ഉണ്ട്, അല്ലേ? നമ്മൾ കാണുന്ന കണക്ക് കാനായിലെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു, എല്ലാ വിരുന്നുകളിലൊക്കെ ഉണ്ട്, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ ഈ സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വരുന്ന ഒരു താപസനാണ്. അതുകൊണ്ട് നീ ക്രിസ്തുവാണോ എന്താ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അല്ല എന്ന് കൃത്യമായിട്ട് പറയാതെ ചെറുതായിട്ടൊന്ന് മൂളിയെങ്കിൽ ആ സ്നാപയോഹന്നാൻ സ്വയം ഒരു വിഗ്രഹമായി മാറിയനെ. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. ഞാൻ ക്രിസ്തുവല്ല, ഏലിയ അല്ല, പ്രവാചകനല്ല, അവന് വഴിയൊരുക്കുവനെന്ന് വിളിച്ചു പറയുന്നവന്റെ സ്വരം മാത്രം. അതാണ് ഒരു വൈദികൻ, ഒരു സന്യസ്തൻ, ധ്യാനഗുരു, ഒരു വചനപ്രഘോഷകൻ, എല്ലാവരും ഒരു ഉപകരണമായിട്ട് ഒതുങ്ങാൻ പഠിക്കണം. അല്ലെങ്കിൽ വിഗ്രഹമായിട്ട് കർത്താവിനെ കാണാൻ മറ്റൊരാൾക്ക് സാധിക്കാത്ത വിധം നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. നമ്മുടെ ശുശ്രൂഷ ഫലം നൽകാതാകും. ഈ സ്നാപയോഹന്നാന്റെ കുറിച്ച് തന്നെ പറയുന്നത്, അവൻ 2 ശിഷ്യന്മാരോട് കൂടെ നിൽക്കുമ്പം യേശു ക്രിസ്തു അതുവഴി നടന്നു പോകും. അപ്പോൾ ഇതാ ലോകത്തിന്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത വരി എഴുതിയിരിക്കുന്നത്, അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു. അപ്പൊ ഈ സ്നാപകനാണ് യഥാർത്ഥ ഗുരു. കാരണം എന്താ? ശിഷ്യനെ അവസാനം വരെ പിടിച്ചു നിർത്താതെ യഥാർത്ഥ ഗുരുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്ന ആളാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ ഗുരു. അല്ലാതെ ശിഷ്യഗണങ്ങൾ വർദ്ധിച്ചു വരികയും നമ്മുടെ ചുറ്റും വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതലായിട്ട് അവര് നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയും നമ്മൾ അതിൽ അഭിരമിക്കുകയും ചെയ്താൽ നമ്മൾ വിഗ്രഹമായി മാറി, ആൾക്കൂട്ടം വിഗ്രഹാരാധനയിലായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ സ്നാപയോഹന്നാൻ പറഞ്ഞതുപോലെ കർത്താവിന് വഴിയൊരുക്കുവനെന്ന് വിളിച്ചു പറഞ്ഞൊരു സ്വരമാണ്. നമ്മൾ കേട്ട് മാഞ്ഞു പോകും. അതൊരു മീഡിയമാണ്. അത് തന്നെയല്ലേ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, കർത്താവ് എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ.
എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഉപകരണമാ. ഞാൻ ഒന്നിൻ്റെയും ഉറവയല്ല. ഞാനാണ് സോഴ്സ് എന്ന രീതിയിൽ നമ്മൾ പെരുമാറിയാൽ, ആൾക്കാർ അത് വിശ്വസിച്ചാൽ, വിഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും വിഗ്രഹാരാധന ഉടലെടുക്കുകയും ചെയ്യും. മറിച്ച് നമ്മളെന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചാരെ പൂജയ്ക്ക് വെച്ചൊരു ഓടക്കുടൽ, ആ ഓടക്കുടൽ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഈശോയ്ക്ക് തോന്നിയാൽ അതെടുത്ത് ചുണ്ടിൽ വെച്ച് പാടിക്കൊണ്ട് നടക്കും. എന്നിട്ടത് വീണ്ടും ആ തിരുഹൃദയത്തിന് ചാര വയ്ക്കും. അങ്ങനെ ഓരോ പ്രഘോഷകനും ഓരോരുത്തരും ആ ഹൃദയത്തിൻ്റെ ചാരയിരിക്കുന്ന ഒരു ഓടക്കുടലായി മാറിയാൽ വിഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ ഓടക്കുടലിൽ നിന്ന് കേൾക്കുന്ന പാട്ടിലൂടെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിയാൽ വിശ്വാസിയും വിഗ്രഹാരാധനയിൽ പെടുകയില്ല.